യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകും. ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടില്ല. നോട്ടീസ് കിട്ടിയില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. രാവിലെ 10 മണിക്കായിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടിയിരുന്നത്. ഹാജരാകാത്ത സാഹചര്യത്തിൽ അടുത്ത നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ 3-ാം പ്രതിയുടെ ഫോണിൽ വ്യാജരേഖ ഉണ്ടാക്കുന്നതിന് രാഹുൽ നിർദ്ദേശം നൽകിയതായി സൂചിപ്പിക്കുന്ന ശബ്ദ സന്ദേശം പോലീസിന് കിട്ടിയിരുന്നു. അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ഇന്നലെ പത്തനംതിട്ട അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടുപ്പക്കാരായ യുവജന വിദ്യാർത്ഥി നേതാക്കളുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി 2000-ലേറെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്നായിരുന്നു കേസ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോയും മേൽവിലാസവും മാറ്റിയായിരുന്നു വൻ തട്ടിപ്പ് നടത്തിയത്. റിപ്പോർട്ടറാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.